സാർ, നമ്മുടെ കഥയമ്മ പ്രേക്ഷകരൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഒരുപാട് അറിവുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് കിട്ടുന്ന വിഷയം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ലെബനിലാണ് ആക്രമണങ്ങൾ കൂടുതൽ നടക്കുന്നത്. ഈ പണ്ട് ലെബനിൽ നിന്നൊരു മന്ത്രി പ്രാർത്ഥിക്കാനായി കേരളത്തിലെത്തിയെന്നും ഇവിടെ തന്നെ ആ മന്ത്രിക്ക് ഒരു ഗുരു ഉണ്ടായെന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. ആ കഥയൊന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം ഒന്ന് പറയാമോ സാർ? ഞാൻ ലെബനനിൽ ധനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്ന കമാൽ ഫുവാദ് ജുംബ്ലാത്ത് എന്ന് പറഞ്ഞ നേതാവ് കേരളത്തിൽ ഗുരുവിനെ അദ്ദേഹം കണ്ടെത്തുന്നത് ശരിക്ക് അവിടെ പോകാതെ തന്നെ അവിടെ നിന്നാണ് കണ്ടെത്തുന്നത്. ആ കഥ പറയാം. ലെബനിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തുന്നത്. അത് ചില സമയത്ത് അങ്ങനെ ആത്മീയ കഥകളിൽ അങ്ങനെ ഉണ്ട്. നമ്മൾ അറിയാത്ത ആളുകളെയൊക്കെ രൂപത്തിൽ കാണുകയും പിന്നീട് നേരിട്ട് കാണുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു അനുഭവം ഈ കമാൽ ജുംബ്ലാത്തിന് ഉണ്ടായിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരാനൊക്കെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. ഈ കമാൽ ജുംബ്ലാത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ അദ്ദേഹത്തിൻ്റെ ഗുരു സ്വാമി ആത്മാനന്ദയെ പറ്റി പറയാം. ആത്മാനന്ദ എന്ന് പറയുന്ന ആള് പി കൃഷ്ണമേനോൻ എന്നുള്ള പേരിൽ തിരുവല്ല പെരിങ്ങര ചെറുകുളത്ത് വീട്ടിൽ ജനിച്ച ആളാണ്. ഈ ആ വീടാണ് പിന്നീട് മാലക്കരയിൽ, ആറന്മുളക്കൊക്കെ അടുത്ത് മാലക്കരയിൽ ആനന്ദവാടി എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷം ഒരു ആശ്രമമൊക്കെ ആക്കി മാറ്റിയത് ഈ ആനന്ദവാടി ആണ്. അപ്പോൾ അദ്ദേഹം തിരുവിതാംകൂറിൽ ആദ്യം നിയമം പഠിച്ച ശേഷം ഇൻസ്പെക്ടറായി, അത് കഴിഞ്ഞ് പോലീസിൽ സൂപ്രണ്ടായി 1939 റിട്ടയർ ചെയ്ത ശേഷമാണ് ഈ അവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഒരു ആശ്രമം ആദ്യം തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഈ ജനിച്ച വീട് പമ്പയാറിൻ്റെ തീരത്താണത്. ആ വീട് മാലക്കരയിൽ, അവിടെ ഈ ആനന്ദവാടി എന്ന് പറഞ്ഞ ഇത് ആശ്രമം തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് പുത്തൻചന്തയിലായിരുന്നു. തിരുവനന്തപുരത്തുകാരിയല്ലേ പുത്തൻചന്ത? അറിയാമോ? പുത്തൻചന്തയിലായിരുന്നു ഈ ആശ്രമം. ഇതൊരു പുതിയ അറിവാ, തിരുവനന്തപുരത്ത് ഇത്രയും നാൾ താമസിച്ചിട്ടു. അത് അവിടെയുള്ള പല ആളുകൾക്കും ഇപ്പൊ ആശ്രമം പുത്തൻചന്തയിൽ ഉണ്ടോയെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വലിയ ഒരു ഗുരുവായിരുന്നു അദ്ദേഹം, ഈ സ്വാമി ആത്മാനന്ദ. അദ്ദേഹത്തിൻ്റെ മകൻ പിൽക്കാലത്ത് പത്മനാഭ മേനോൻ, സ്വാമി അവ്യയാനന്ദ, അദ്ദേഹവും കുറെ കാലം ആശ്രമം നോക്കിയിരുന്നു. ഈ കൃഷ്ണമേനോൻ മറ്റേ ആത്മാനന്ദയുടെ മരണശേഷം ആത്മാനന്ദയുടെ ഗുരു യോഗാനന്ദ എന്ന് പറഞ്ഞ സ്വാമിയായിരുന്നു. അത് പരമഹംസ യോഗാനന്ദ അല്ല, വേറൊരു യോഗാനന്ദ. കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ പറഞ്ഞാണ്. ഈ ആത്മാനന്ദയെ ഭക്തിയോടുകൂടി കണ്ടിരുന്ന ഒരാളാണ് MS സുബ്ബലക്ഷ്മി. സുബ്ബലക്ഷ്മി പലതവണ അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ രാധാമാധവം എന്ന് പറഞ്ഞ കീർത്തനം പാടുകയും അതൊരു ആൽബമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സുബ്ബലക്ഷ്മി. അതുപോലെ ഡാർക്ക്നെസ് അറ്റ് നൂൺ എന്ന് പറഞ്ഞ ഈ കമ്മ്യൂണിസത്തിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകളിലൊന്ന് എഴുതിയ ആർതർ കെസ്ലർ ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. ഈ ഡാർക്ക്നെസ് അറ്റ് നൂൺ CJ തോമസ് നട്ടുച്ചക്കിരിട്ട് എന്ന് പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആർതർ കെസ്ലർ ദ യോഗി ആൻഡ് ദി കമ്മിസാർ എന്ന് പറഞ്ഞിട്ടൊരു രചന നടത്തിയതും അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സംഗതിയാണ്. യോഗികളെ പറ്റിയും ഒക്കെ പറയുന്നത്. ഈ കെസ്ലർ EMSന്റെ ആദ്യത്തെ ഭരണകാലത്ത് ഈ 1959 ആത്മാനന്ദ മരിച്ചുപോയി. EMSന്റെ ആദ്യത്തെ മറ്റേ ഭരണം മന്ത്രിസഭയെ പിരിച്ചുവിടുന്ന വർഷമാണ് 1959 ജൂലൈയിലാണ് പിരിച്ചുവിടുന്നത്. അപ്പോൾ ആ കെസ്ലർ EMSന്റെ ഭരണകാലത്ത് തിരുവനന്തപുരത്ത് വന്നപ്പോൾ കെസ്ലറെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറക്കി വിട്ടതായിട്ടൊരു കഥയുണ്ട്. കാരണം അങ്ങനെ കമ്മ്യൂണിസത്തിനെതിരെ എഴുതിയതാണ്. അന്ന് ഇത് നിറഞ്ഞു നിൽക്കുന്ന ഒരു നോവലാണ്. അപ്പോൾ ഇറക്കി വിട്ടതായിട്ട് പറയുന്നുണ്ട്. സത്യമാണോ എന്നറിയില്ല. അവിടെ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഇറക്കി വിട്ടത്. അത് ഇറക്കി വിട്ട് ദിവസമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇനി വാർഷികമൊക്കെ ആഘോഷിക്കാവുന്നതാണ്. കോൺഗ്രസിനൊക്കെ സതീശനൊക്കെ പ്രസംഗിക്കാവുന്നതാണ്. എന്തെങ്കിലും കിട്ടാൻ സതീശ കാത്തിരിക്കുന്നുണ്ടെന്ന് ആഘോഷിക്കാനായിട്ട്. അപ്പം രാജാറാവു എന്ന് പറഞ്ഞിട്ടൊരു വലിയ എഴുത്തുകാരനുണ്ട്, സർപ്പൻ്റ് ആൻഡ് ദ റോപ്പ് ഒക്കെ എഴുതിയത്. ഈ രാജാറാവു
ഈ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ സോമർസെറ്റ് മോം എ റൈറ്റേഴ്സ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈ തിരുവനന്തപുരത്ത് വന്ന് ഈ സ്വാമി ആത്മാനന്ദയെ കണ്ടതിൻ്റെ കാര്യമൊക്കെ അതിൻ്റെ എഴുത്ത് ചെയ്തിട്ടുണ്ട്. സോമർസെറ്റ് മോം രമണ മഹർഷിയെ പറ്റിയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ആത്മാനന്ദ യുടെ സ്വാധീനം കൊണ്ട് കമാൽ ജുംബ്ലാത്ത് ഭഗവത്ഗീത അറബിക്കിലേക്ക് പരിഭാഷ ചെയ്തു. അറബിയിലേക്ക് ഉപനിഷത്തുക്കൾ വേറെ മതത്തിനോടൊന്നും അടുക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിലും ജുംബ്ലാത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പതഞ്ജലിയുടെ യോഗസൂത്രം, രമണ മഹർഷിയുടെ ടീച്ചിങ്സ്, ഇതൊക്കെ ഈ ജുംബ്ലാത്ത് അറബിക്കിലേക്ക് ആക്കി സ്വാധീനം കാരണം. അപ്പോൾ കമാൽ ജുംബ്ലാത്ത് എന്ന് പറയുന്ന ആള് 1917 ജനിച്ച 1972 മരിച്ച ആളാണ്. ആത്മാനന്ദ 1883 ജനിച്ചിട്ട് 1959 സമാധിയാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ അവിടുത്തെ ഇന്നത്തെ സിറിയയിൽ ഉള്ള വലിയ ധനിക കുടുംബം ആണ് ഈ ജുംബ്ലാത്ത് എന്ന് പറഞ്ഞ ഗോത്ര. ദ്രൂസ് മുസ്ലിങ്ങളാണ് അവർ, ഗോത്ര കുടുംബം. അതിലാണ് ജനിച്ചത്. അപ്പോൾ വലിയ സ്വാധീനമൊക്കെ സമൂഹത്തിലുള്ള കുടുംബമാണത്. അങ്ങയുടെ ബാപ്പ ഫുവാദിനെ 1921 ഇവിടെ മാപ്പിളകളെയൊക്കെ നടക്കുന്ന സമയം, മാപ്പിളകളെ തുടങ്ങി ഒരു ദിവസം ആയപ്പോഴാണത്. അവിടെ ബാപ്പ ഫുവാദിനെ 1921 ഓഗസ്റ്റ് 6 അല്ല, അപ്പം മാപ്പിളകളെ തുടങ്ങുന്നതിന് മുമ്പാണ്. മാപ്പിളകളെ 19 13 ദിവസം മുമ്പാണ്. 6 കൊന്നു ശത്രുക്കൾ. കമാലിനന്ന് ഈ കമാൽ ജുംബ്ലാത്തിനന്ന് 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മ നസീറയാണ് വളർത്തിയത്. ഫ്രാൻസിലെ സോർബോൺ സർവകലാശാലയിൽ, വലിയ സർവകലാശാലയാണല്ലോ, അവിടെയാണ് പഠിച്ചത്. 1939 ലെബനനിൽ തിരിച്ചെത്തി. അതായത് നമ്മുടെ കൃഷ്ണമേനോൻ റിട്ടയർ ചെയ്ത വർഷം 1939 പഠിച്ച് തിരിച്ച് സോർബോണിൽ നിന്ന് തിരിച്ചെത്തി. കമാൽ ജുംബ്ലാത്ത് തിരിച്ചെത്തി. അപ്പോൾ ജുംബ്ലാത്തായി അവിടെ ബാപ്പ കൊല്ലപ്പെട്ടല്ലോ. ജുംബ്ലാത്ത് ആ ഗോത്ര തലവനായി. അവരുടെ പ്രതിരോധ മന്ത്രി മജീദ് ആർസ്ലനുമായിട്ട് നിരന്തര ശണ്ഠയായിരുന്നു രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ. 1943 ആദ്യമായിട്ട് MP ആയി. 1946 ധനമന്ത്രിയായി. അദ്ദേഹം പ്രോഗ്രസീവ് സോഷ്യലിസ്റ്റ് പാർട്ടി, ഇവിടെയും PSP എന്ന് പറഞ്ഞിട്ട് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊന്നും ഉണ്ടായിരുന്നു. രണ്ടും PSP ആണ്. ഇത് പ്രോഗ്രസീവ് സോഷ്യലിസ്റ്റ് പാർട്ടി, ഒരു മതേതര കക്ഷിയായിട്ട് അവിടെ തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് അറബ് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഒരു കൺവെൻഷൻ ഒക്കെ വിളിച്ചു ചേർത്തു. 1957 തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് തോറ്റുപോയി. അതുവരെ ജയിക്കുന്നുണ്ടായിരുന്നു. 57 ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വന്ന സമയത്ത് ഇങ്ങനെ അവിടെ തോറ്റുപോയി. 1961-64 ആഭ്യന്തരമന്ത്രി ആയിരുന്നത് അവിടെ. 1978 ഇസ്രയേൽ അധിനിവേശം ഈ ലെബനനിലേക്കൊക്കെ നടക്കുന്നുണ്ട്. PLOയുടെ പലസ്തീൻ വിമോചന മുന്നണി ഉണ്ടല്ലോ, അറഫാത്തിൻ്റെ സംഘടനയൊക്കെ ആയിട്ട് സഖ്യത്തിലേർപ്പെട്ടു ഈ ജുംബ്ലാത്ത്. PLOക്കെ സഹായിച്ചാണ് നിന്നത്. ഇങ്ങേരുടെ മകൻ വാലിദിനെ ആ സമയത്ത് ക്രിസ്ത്യൻ തീവ്രവാദികൾ റാഞ്ചി കൊണ്ടുപോയെങ്കിലും മകന് കുഴപ്പമൊന്നും പറ്റിയില്ല. പക്ഷെ സഹോദരി ലൂഡയെ മറ്റേ തീവ്രവാദികൾ കൊന്നു കളഞ്ഞു. ഇദ്ദേഹത്തിന്റെ മകളെ, കമൽ ജുംബ്ലാത്തിന്റെ സഹോദരി റാഞ്ചി സഹോദരി കൊണ്ടുപോയി. പക്ഷെ സുരക്ഷിതമായിട്ടൊക്കെ 1979 മാർച്ച് 16 ജുംബ്ലാത്തിനെ കാറിൽ സഞ്ചരിക്കുമ്പോൾ തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ബാത്ത് പാർട്ടിക്കാരാണ് കൊന്നത് എന്നൊന്ന് പറയുന്നുണ്ട്. പക്ഷേ സിറിയയുടെ പ്രസിഡന്റ് ഹാഫിസ് അസദ് ഉണ്ടല്ലോ, ഹാഫിസ് അസദിൻ്റെ സഹോദരൻ റിഫാത്ത് ആണ് ആ കൊലയ്ക്ക് പിന്നിലെന്ന് പിന്നീട് പല ആളുകളും പറഞ്ഞിരുന്നു. ഈ കമാൽ ജുംബ്ലാത്ത് ഈ കൃഷ്ണമേനോനെ അറിയുന്ന ഒരു ഭാഗമാണ് ഈ അവസാനമായിട്ട് പറയാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ കമാൽ ജുംബ്ലാത്തിന് ഈ തീവ്രവാദി ഭീഷണികൾ ധാരാളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത്രയും കഥ പറഞ്ഞതെന്ന് വ്യക്തമാണ്. കുടുംബത്തിനും കുഴപ്പമാണ്, അദ്ദേഹത്തിനും. അത് ഈ ലെബനൻ, സിറിയ,
ഇവിടെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കും, പ്രത്യേകിച്ച് ലെബനൻ. അങ്ങനെ അങ്ങേരെ ഒരു ദിവസം മറ്റേ വീടിന് പുറത്തേക്ക് നോക്കുമ്പോൾ നിഴലിൽ 2 തീവ്രവാദികൾ അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് വന്നവർ നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം കണ്ടതാണ് അങ്ങനെ. യുക്തിവാദികൾ സമ്മതിക്കില്ല, പക്ഷെ 2 പേര് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവർ കണ്ടപ്പോൾ ഈ ഭീഷണി ഉള്ളത് കൊണ്ടേ കൊല്ലാൻ വന്നതാണെന്ന് തോന്നി. പെട്ടെന്ന് അവർക്കിടയിലേക്ക് ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ രൂപം ആ 2 പേരെ അവിടെ നിന്ന് നീക്കി. ഈ തീവ്രവാദികളായിട്ട് വന്ന 2 പേരെ ഈ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഇവർക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട രൂപം നീക്കി കഴിഞ്ഞിട്ട് അന്നത്തെ ആ വധശ്രമത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ ഈ രൂപമാണ് രക്ഷിച്ചതെന്ന് കമാൽ ജൂംബ്ലാത്തിന് വലിയ വിശ്വാസം വന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവമാണല്ലോ, ഒരാളുടെ അനുഭവത്തിന് നമ്മൾ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. യുക്തിവാദികൾക്ക് ചോദ്യം ചെയ്യാം, അതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. ഒരു യുക്തിയില്ലാത്ത പരിപാടിയാണല്ലോ യുക്തിവാദം. അപ്പോൾ അങ്ങേരെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈബ്രറിയിൽ പഠിച്ചത് സോഷ്യോളജിയൊക്കെയാണ്, ഫിലോസഫി. ലൈബ്രറിയിൽ പോയിട്ട് ഈ ഫിലോസഫിയിലൊക്കെ താല്പര്യമുള്ളതുണ്ട്. അതാണല്ലോ അറബിക്കിലേക്ക് ഇവിടുന്ന് ഭഗവത്ഗീതയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ലൈബ്രറിയിൽ പോയിട്ട് ഈ ഫിലോസഫി സെക്ഷൻ ഉണ്ടല്ലോ ലൈബ്രറിയിൽ, ആ ഫിലോസഫി സെക്ഷനിലേക്ക് പോയപ്പോൾ ഒരു പുസ്തകം വരിമാറി നിൽക്കുന്നത് കണ്ടു. മറ്റു പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് മാറി നിൽക്കുന്നു ഒറ്റപ്പെട്ട്. ആ പുസ്തകം എന്തോ എന്ന് തോന്നിയിട്ട് ആ വരിമാറി നിന്ന പുസ്തകം ജൂംബ്ലാത്ത് എടുത്തു. ആ പുസ്തകത്തിൽ ഈ വലിയ ഫിലോസഫേഴ്സിൻ്റെ ജീവചരിത്രമൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഈ സ്വാമി ആത്മാനന്ദയുടെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് ഉണ്ടായിരുന്നു, ജീവചരിത്രക്കുറിപ്പ്. ഈ കമാൽ ജൂംബ്ലാത്ത് കണ്ടു സ്വാമി ആത്മാനന്ദയുടെ. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായി, ഈ രൂപമാണല്ലോ ഞാൻ അന്ന് കണ്ടത്. ആ തീവ്രവാദികളിൽ നിന്ന് എന്നെ രക്ഷിച്ച രൂപം ഇതായിരുന്നല്ലോ എന്നുള്ള തിരിച്ചറിവുണ്ടായി. അങ്ങനെയാണ് ഇദ്ദേഹം ഇപ്പം മാലക്കരയിലുണ്ട്, ആനന്ദവാടി ആശ്രമത്തിലുണ്ട്, പുത്തൻചന്തയിൽ ആശ്രമം ഉണ്ട് തിരുവനന്തപുരത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കമാൽ ജൂംബ്ലാത്ത് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് ആ പുത്തൻചന്ത ആശ്രമത്തിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ ആ കാലത്ത് പിന്നീടുള്ള കാലത്ത് ഈ മാലക്കര ആശ്രമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കഥകളും വരുമ്പോൾ കുറേ കാലം ഞാൻ ഈ മനോരമയിലൊക്കെ കമാൽ ജൂംബ്ലാത്തിനെ പറ്റിയൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു, ഈ ആത്മാനന്ദയുടെയൊക്കെ പറയുമ്പോൾ. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇത് ആളുകൾ മറന്നുപോയി, ജൂംബ്ലാത്ത് കഥകളുമൊക്കെ മറന്നുപോയി. പക്ഷെ ഇപ്പോൾ വീണ്ടും ഈ ലെബനനിൽ ഈ ഭയങ്കര അക്രമവും ഇസ്രയേലിൻ്റെ ഭീഷണിയിലുമൊക്കെ ഉള്ള സമയമായി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ജൂംബ്ലാത്തിനെ എൻ്റെ ഓർമ്മയിലേക്ക് ഈ സംഭവങ്ങൾ കൊണ്ടുവന്നു. തീർച്ചയായിട്ടും സാർ, ഇത്തരം കഥകൾ അല്ലെങ്കിൽ ഇത്തരം ചരിത്രങ്ങൾ എനിക്കൊന്നും അറിയില്ല. ഞാനിതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. പക്ഷേ ഇതൊരു ദോഷമല്ല, ഒരുപാട് പേർക്ക് അറിവില്ലായ്മയുണ്ട്. പക്ഷേ ഇതിപ്പോൾ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര വലിയൊരു അറിവാണ്. ലെബനിൽ നിന്നൊക്കെ ഒരാൾ കേരളത്തിൽ, അതും തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാനത്ത് വന്നു എന്ന് പറയുന്നതും, കേരളത്തിലൊരു ഗുരു ഉണ്ടായി, ഇങ്ങനെയാണ് ആ ഗുരു ഉണ്ടായത്. ഇത് നമുക്ക് നാളെ ഒരു അറിവ്, വരും തലമുറകൾക്ക് ഇതൊരു അറിവാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ കൂടുതൽ അറിവില്ലാത്തവർക്ക് നമ്മുടെ ഈ പങ്ക്തി വലിയൊരു അറിവ്. കഴിഞ്ഞ ദിവസം കഥയമ്മയില് അവസാനം പറഞ്ഞത് രാവണാരി പ്രഭു, രാവണാരി ദാസ് എന്ന് പറഞ്ഞൊരു പലസ്തീൻ ഭീകരൻ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ ചേർന്ന് സ്വാമിയായ ഒരു കഥ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അദ്ദേഹം ഇതുപോലെ ഈ ഭക്തിവേദാന്ത പ്രഭുപാദ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ, അദ്ദേഹം ഭഗവത്ഗീതയ്ക്കൊരു വ്യാഖ്യാനം എഴുതിയിരുന്നു. അത് അറബിക്കിലേക്ക് അദ്ദേഹം പരിഭാഷ ചെയ്തിരുന്നു. അതുപോലെ കമാൽ ജൂംബ്ലാത്തും ഭഗവത്ഗീത അറബിയിലേക്ക് പരിഭാഷ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു വലിയ അറിവ് തന്നെയാണ്. എന്തായാലും ഇനിയും നമുക്കിതുപോലെ പുതിയ അറിവുകൾ നമ്മുടെ ABC-യുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഥാമമ്മ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.